എന്തുകൊണ്ടാണ് ഇതൊക്കെ അറിയുന്നത്? നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് അറിയുന്നത്? വാട്ട് ഈസ് ദ ടൂൾ? സെൻസ് ഓർഗൻസ് വഴി. പഞ്ചേന്ദ്രിയങ്ങൾ വഴി. സെൻസ് ഓർഗൻസ്. സെൻസോർ. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. മൂക്കുണ്ടെങ്കിൽ മണം വന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കും. കണ്ണുണ്ടെങ്കിൽ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ കണ്ടെന്നുള്ളത് അറിയും. ഇങ്ങനെയാണ് നമുക്ക് തൊലി, നമ്മുടെ ശരീരത്തിൽ തൊലിക്ക് എന്നാ ഇംഗ്ലീഷിൽ പറയുന്നത്? സ്കിൻ. സ്കിന്നേൽ ഒരു ഈച്ച വന്നിട്ടിരുന്നുണ്ടെങ്കിൽ ഈച്ചനെ നമ്മൾ കണ്ടിട്ടില്ല, കണ്ണടച്ചായിരിക്കുന്നത് എന്തോന്ന് ഇരുന്ന് നമുക്കറിയാം. യു ഫീൽ, അറിയുന്നു. അപ്പം ഈ 5 സെൻസറി ഓർഗൻ വെച്ചിട്ട് നമുക്ക് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിട്ടുന്ന അറിവുകളൊക്കെ എങ്ങോട്ടാണ് കിട്ടുന്നത്? ബ്രെയിനിൽ ഇൻഫർമേഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. എങ്ങോട്ടെങ്കിലും ആട്ടെ, നമ്മുടെ ഉള്ളിലേക്ക് അല്ലേ. ഇപ്പോൾ ഞാനൊരു ലേമനെ, പിന്നെ നിങ്ങളെല്ലാം ലേമനാ കേട്ടോ, LKG സ്റ്റുഡൻസാണ്. അപ്പം ബ്രെയിനിൽ നിന്നുള്ളതൊന്നും LKG സ്റ്റുഡൻറ്റിന് അറിയത്തില്ല. അകത്തേക്ക് കിട്ടുന്നുണ്ട്, പുറത്തുള്ള സംഗതിയൊക്കെ അകത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പുറത്ത് അനുഭവങ്ങൾ നടക്കുന്നു, അത് അകത്തേക്ക് കയറുന്നു. നമ്മൾ കയറ്റേണ്ട ആവശ്യമില്ല, തന്നെ കയറുന്നു. കയറി എന്ന് പറയുന്ന സാധനം പുറത്തുള്ള അതേ സാധനങ്ങളാണല്ലോ, അല്ലേ? നമ്മളെപ്പോഴും ഉദാഹരണം പറയുന്ന പാമ്പ് പുറത്തൂടെ പോയ പാമ്പ് അകത്തേക്ക് കയറും. പക്ഷേ പുറത്തുള്ള പാമ്പാണ് അകത്തേക്ക് കയറുന്നത്. കാരണം ഇപ്പം നിങ്ങൾ 4, 5, 2, 4, 5, 6 പേരില്ലേ? ഈ 6 പേരുടെ ഉള്ളിൽ കയറിയ പാമ്പ് 6 പാമ്പാണ്. നിങ്ങൾ 6 പേരും കൂടെ ഒന്നിച്ച് കണ്ട ഒരു പാമ്പിനെ അകത്തേക്ക് കയറി കഴിയുമ്പം അത് 6 തരത്തിലുള്ള പാമ്പാണ്, അല്ലേ? നിങ്ങളൊരു മനുഷ്യനെ, ഒരാണിനെ കണ്ടെന്ന് കൂട്ടി, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ആണിനെ കണ്ടു. ഈ ആണും അകത്തേക്ക് കയറും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കയറിയ ഈ ഒരാണ് 6 പേർക്കും 6 തരത്തിലുള്ള ആണായിട്ടാണ് കയറിയിരിക്കുന്നത്, ഒരാണല്ല. കാരണം അതിനെപ്പറ്റി ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളിപ്പോൾ ആരെയാണ് കണ്ടത്? ഒരാണിനെ കണ്ടു. എങ്ങനെയുള്ള ആളാ? അയാളെ പറ്റി ഒരാൾ പറയുന്നത് വേറൊരാൾ പറയുന്നത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട്. അയാളെ കണ്ടിട്ട് ഒരു കള്ളൻ്റെ ലക്ഷണമുണ്ട് കേട്ടോ, ഒരാൾ പറയും. വേറെ ആൾ പറയും, നല്ല ഡീസൻ്റ് ആയിട്ട് ഒരു മനുഷ്യനെ കേട്ടോ ഒരാളെ കണ്ടത്. വേറെ ആൾ പറയും, ഏതോ ഒരു തെണ്ടി തിരിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ 6 പേരും 6 തരത്തിൽ പറയുന്നു ഒരാളാ. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്നത് പുറത്തുള്ള സാധനമല്ല. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മൾ കയറ്റുന്നത് അല്ലെ, കയറി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഓൾട്ടർ ചെയ്യും. അപ്പോൾ 100,000 അനുഭവങ്ങൾ കയറുന്നുണ്ട്. അപ്പോൾ 100,000 അനുഭവങ്ങൾ എല്ലാവരുടെ ഉള്ളിൽ കയറി കിടക്കുന്നുണ്ട്. ഈ 100,000 എന്ന് പറയുന്നത് ഇപ്പം 1000 കൂട്ടിക്കും, ഒരാളുടെ 1000 മറ്റൊരാളുടെ 1000 ഒരു ബന്ധവും കാണില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കയറി കിടക്കുന്ന 1000 അനുഭവങ്ങളുടെ പേരാണ് മാപ്പ്, NLPയുടെ ഭാഷ പറഞ്ഞ, അല്ലെങ്കിൽ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എല്ലാവരുടെയും മാപ്പ് ഡിഫറെൻ്റാണ്. ക്ലിയർ ആയോ? അതാണ് NLPയുടെ ഒരു പ്രത്യേകത. അവൻ എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും അവൻ്റേതായ രീതിയിൽ കൂടെ ഒരു ക്രിറ്റിസിസമൊക്കെ നടത്തിയിട്ട് ഒരു വിധിയൊക്കെ എഴുതിയിട്ടേ കിടക്കും. ഇതാണ് നമ്മുടെ മാപ്പ് മാറി മാറി വരുന്നതിൻ്റെ ഒരു കുഴപ്പം. നമ്മളാരും ജഡ്ജ് ചെയ്യുന്നില്ലെങ്കിൽ ഒരാളെ കണ്ടു, അയാൾ അങ്ങോട്ട് കയറി. നിങ്ങൾ ഓരോരുത്തരും ജഡ്ജ് ചെയ്തു. അവൻ തെമ്മാടിയാന്ന് ജഡ്ജ് ചെയ്തു, അവൻ ഡീസൻ്റാന്ന് ജഡ്ജ് ചെയ്തു, അവനെ ചുമ്മാ തെണ്ടി നടക്കുന്നവനാന്ന് ജഡ്ജ് ചെയ്തു. അപ്പോൾ ജഡ്ജ് ചെയ്ത് സാധനം മുകളിലേക്ക് കയറുന്നത്. ക്ലിയറായോ? ജഡ്ജ്മെൻ്റാണ് പ്രശ്നം. നമ്മളൊന്നിനെ ജഡ്ജ് ചെയ്യുന്നില്ലെങ്കിൽ അതുപോലെ മുന്നോട്ട് കയറും. കയറി കഴിഞ്ഞാൽ അതവിടെ കിടന്നോളൂ, ഒരു കുഴപ്പം. നമ്മൾ എന്ന് നോക്കിയാലും ഒരു വ്യത്യാസവും ഇല്ല. ഇല്ലെങ്കിൽ ഇതെല്ലാം തല തിരിഞ്ഞേ കയറി കിടക്കുകയുള്ളൂ.
അല്ലേ? നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മക്കളോ ഇവരെല്ലാം കയറി കിടക്കുന്നത് അവരായിട്ടല്ല. നിങ്ങൾ കൊടുത്ത ഒരു ജഡ്ജ്മെന്റിന്റെ മുകളിൽ ഒരു ഷേപ്പ് മാറ്റിയാ കയറ്റിയിരിക്കുന്നു. അവരെന്താണോ അവരല്ല. അവര് പുണ്യാളനാണോ അല്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അവരുടെ രൂപം എന്താണോ അവരുടെ കാഴ്ചപ്പാട് എന്താണോ അതുമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. നിങ്ങൾ അവരെ വിധിച്ചിട്ടാണ് കയറ്റിയിരിക്കുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞത്, ഞാനടക്കം. നിങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം ഞാനുണ്ട് കേട്ടോ. ചില കാര്യത്തിൽ മാത്രം ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ NLP-കാരനാണല്ലോ, അതുകൊണ്ട് ഒത്തിരി വ്യത്യാസങ്ങൾ എന്നിൽ വരുത്തിയിട്ടുണ്ട്. ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ എപ്പോഴും അവയർനെസ്സിൽ ഇരുന്നിട്ട് വിധി വേണ്ടെന്ന് വെക്കും. എന്നാലും അറിയാതെ നമ്മൾ വിധിക്കും. നിസ്സാര സംഗതി, നമ്മുടെ ബസ് വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു, മോട്ടോർ ബൈക്കിന്റെ. വലിയ കുഴപ്പമൊന്നുമില്ല, ഉരുണ്ട് വീണു, ചാടി കയറി പോകുന്നു. ഒരു 18 വയസ്സുള്ള ആൾ വീണ് പോകുന്നതും ഒരു 80 വയസ്സുള്ള ആൾ വീണ് പോകുന്നതും രണ്ടും രണ്ടാണ്. 80 വയസ്സുള്ള കാര്യം വീഴുകയാണെങ്കിൽ പറയും, ഓ അവിടെ ഉണ്ടായിരുന്നു അതാ വീണാന്ന്. നിങ്ങൾ പറയും, ഞാനും പറയും. 18 വയസ്സുകാരാണ് പറയും, ആ അവന്റെ ഓവർ സ്പീഡാ, വഴി നോക്കിയാലോ വല്ല പെണ്ണുങ്ങളെ നോക്കി നടന്നു കാണാം, അതുകൊണ്ടാണ് വീണ്, തീർന്നു, ജഡ്ജ് ചെയ്തു. ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ ചോദിക്കും, എന്നാ പ്രായമുള്ള ആളാ? എന്തിനാ പ്രായം ചോദിക്കാൻ പോകുന്നത്? ഒരാൾ വീണു കഴിഞ്ഞതിന്റെ ബാക്കി കാര്യം ചെയ്യാം. നിങ്ങൾ അടുത്ത ആളുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോവുക. അവന്റെ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തിനാ ഡീറ്റെയിൽസ് അറിയുന്നതെന്നാണ് ചോദ്യം. നിങ്ങളൊക്കെ ഇപ്പോൾ 2ാം നിലയില, ഇപ്പോൾ എത്ര നിലയുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മുകളിലത്തെ നില നിൽക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും സ്കൂളിലോ എവിടെയെങ്കിലും നിൽക്കുമോ? താഴെ കൂടെ ആൾക്കാർ നടന്നു പോകുമല്ലോ. 95% ആൾക്കാരും പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അന്വേഷിക്കുക, ഇതാരായിരിക്കും? ഇല്ലേ? സ്വയം ചോദിക്കും, ഇതാരായിരിക്കും? നിങ്ങൾ വേറെ ആളോട് ചോദിക്കണമെന്നില്ല, ആരും ഇല്ലെങ്കിലും സ്വയം ഒന്ന് നോക്കും. എടാ ഈ നേരത്തെ ഈ 12 മണിക്ക് ഇയാൾ എവിടെ നിന്ന് വന്നതാ? ഇയാൾക്ക് ഈ രാത്രി ഉച്ചയ്ക്ക് 12 മണിക്ക് വെയിൽ കൊണ്ടിട്ട് പോകേണ്ട ആവശ്യമായിരിക്കും. ഇല്ലേ? ഇനി ഒരാൾ മഴ പെയ്യുമ്പോൾ മഴ നനഞ്ഞ് പോയാൽ തന്നെ അല്ല അയാൾക്ക് എന്ത് പറ്റി, കുടയില്ലായിരുന്നു. ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. അയാൾ കുട ഉണ്ടെങ്കിലും ഇല്ലേലും അയാൾ നടന്നു പോകുന്നു, അയാളുടെ സൗകര്യത്തിന് പോകുന്നു. നിങ്ങൾ എന്തിനാ മനസ്സിൽ ചോദിക്കുന്നത്? വേറെ ആളോട് ചോദിക്കുന്ന കാര്യമല്ല, വേറെ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും, ഇതേ ആ മനുഷ്യനാ മഴ നനഞ്ഞു പോകുന്നത്, ഇല്ലേ? ചോദിക്കരുത്. അവർ പറയും, ആ എനിക്കറിയത്തില്ല. അല്ല എന്നാലും ഈ മഴയത്ത് അയാൾക്ക് കണ്ടിട്ട് ഒരു കുട മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടല്ലോ, അയാൾക്ക് കുട മേടിച്ചുകൂടെ? വെറുതെ ചർച്ച ചെയ്യാൻ, ഫോർ നോ റീസൺ. അപ്പൊ ചർച്ച ചെയ്തുകൊണ്ടുള്ള കുഴപ്പം എന്നാന്നും കൂടെ കേട്ടോ വേണേല്. ചർച്ച ചെയ്യുമ്പം നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചോ അതിന്? ബ്രെയിനിലല്ലേ മനസ്സിരിക്കുന്നത്. അപ്പൊ അത്രയും എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ? ചിന്തിച്ച് കഴിയുമ്പോൾ തല ചൂടാകുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ചിന്തിക്കല്ലേ. ആ അയാൾ ആരായിരിക്കും? അയാൾക്ക് സാമ്പത്തികമില്ലേ? അയാളുടെ ഡ്രസ്സ് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ഇച്ചിരി റേഷനറി ഒന്നുമില്ല, വീട്ടിൽ കഞ്ഞി കുടിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അയാൾ കുട വല്ലയിടത്തും മറന്നു വെച്ച് പോയായിരിക്കും. ആ മനുഷ്യനെ നമ്മളുടെ ഭാഗത്ത് നിന്ന് മറഞ്ഞു പോകുന്നവരേ ഉള്ളിൽ കിടന്ന് ചർച്ചയാണ്. ആരുമായിട്ടാണ്? പുറമെ ആരെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചർച്ച ചെയ്യും. എന്ത് എനർജി നഷ്ടപ്പെടുന്നുണ്ടെന്നറിയാവോ? ഇതാണ് നമ്മുടെ മൈൻഡ് മാസ്റ്ററി പഠിച്ച മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ എനർജി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, NLP-യിൽ നിങ്ങളെ പലരും പറഞ്ഞു ചേഞ്ചിങ് ദ തോട്ട്സ്. തോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാതെ വരും. തോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൽ എനർജി വേണം. ആ എനർജി മുഴുവൻ ഇങ്ങനെയാ പോകുന്നു, വേണ്ടാത്തോടത്ത് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഇടപെടുന്നതിൽ 99% കാര്യങ്ങളും വേണ്ടാത്തതാണ്. വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ കുറച്ചേ ജീവിതത്തിലുള്ളെന്നുള്ളതാണ്. വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ സാധനം വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ മുഴുവൻ വേണ്ടാത്ത കാര്യങ്ങളാണ്. അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അത് ചോദിക്കുന്നു, ഇത് ചോദിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ വേണ്ടുന്ന കാര്യം കുറച്ചേ ഉള്ളൂ. ഈ ചോദിക്കുന്നതിലെ 99% കാര്യങ്ങളും നിങ്ങളുടെ ക്യൂരിയോസിറ്റി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ക്യൂരിയോസിറ്റി 2 തരത്തിലുണ്ട്. ഒന്ന് അറിവിന് വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി. അങ്ങനെയാണ് കുട്ടികൾ വളരുന്നത്. എല്ലാവർക്കും അറിയണം അതൊക്കെ ഇതെന്താണെന്ന് അറിയണം. അതൊരു 8 വയസ്സ് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ അവിടെ എന്നാ സംഭവിക്കുന്നത്, അവൻ എന്നാ പറഞ്ഞത്, ഇവിടെ എന്താ ഉണ്ടായത്, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയുടെ ആവശ്യമില്ല. ഇപ്പം സത്യം പറയുകയാണെങ്കിൽ TV കാണുന്നത്, അയ്യോ ഇന്നിപ്പോൾ അവിടെ ബോംബിട്ട് കാണുമായിരിക്കും അല്ലേ, എന്ത് പ്രയോജനം, നിങ്ങളത് അറിഞ്ഞിട്ട് എന്നാ കാര്യമിരിക്കുന്നത്, ബോംബിട്ടാലും ബോംബിട്ടില്ലേലും അല്ലേ. പത്രത്തിൽ ഒരു പേജ് മുഴുവൻ മരിച്ചവരുടെ കോളമാണ്. ഓരോരുത്തർ നോക്കി കഴിയുമ്പോൾ ഇത് കണ്ടിട്ട് വലിയ പ്രായമൊന്നുമില്ല, ഇത് എന്നാ ആക്രി പെട്ടെന്ന് മരിച്ചു പോയത്, തല നരച്ചിട്ടൊന്നും ഇല്ലല്ലോ, ഈ തല നരച്ചണേ ഇയാൾ ഇത്രയും കാലമൊക്കെ ജീവിച്ചല്ലോ. ഇതൊക്കെ ചർച്ചയാണ് എവിടെ, സ്വയം. ഈ ഒത്തിരി കാര്യങ്ങൾ നമ്മളല്ലേ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഈ ഒരു 10-14 പേജുണ്ട് സിന്. അതിനകത്ത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് വേണമെങ്കിൽ ഏത് കുക്കിംഗ് ഗ്യാസിന്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നോക്കാം, എത്ര രൂപ കൂടി. വേറെ എന്നാ അറിയണ്ടേ? നിങ്ങൾ ഷെയർ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഷെയറിന്റെ വില എത്ര കൂടി കുറച്ചെന്ന് വേണമെങ്കിൽ നോക്കാം. ഇനി നിങ്ങൾ വല്ല കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോവുകയാണെങ്കിൽ മറ്റേ മാട്രിമോണിയുടെ എല്ലാം അങ്ങോട്ടൊക്കെ നോക്കാം. ഇല്ലെങ്കിൽ എന്ത് നോക്കാനായിരിക്കുന്നു? ഇതിപ്പോൾ NLP പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും NLP പഠിച്ചു 7 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു, ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. അതിൽ കൂടെ ജീവിക്കണ്ടേ? അതിൽ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ്. ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ് പഠിച്ചു, ഓക്കെ തീർന്നു. എന്ത് പ്രയോജനം പഠിച്ചിട്ട്? അതിൽ കൂടെ നമ്മൾ ജീവിക്കണ്ടേ? അപ്പം മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും 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 കൂടണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൂടിയതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ കൊടുത്ത കാശും പോയി, സമയവും പോയി. ഓക്കെ, അപ്പോൾ പുറത്തുള്ള അനുഭവങ്ങൾ അകത്തേക്ക് കയറുന്നു. അതിന് നമ്മൾ മാപ്പെന്ന് പറയുന്നു. അതിന് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, ഇന്റേണൽ റെപ്രസെൻറ്റേഷണൽ സിസ്റ്റം അല്ലേ. അതെങ്ങനെയാ പോകുന്നത്? ഫിൽട്ടർ ചെയ്യും അല്ലേ, ഫിൽട്ടർ ചെയ്യും. ഏതൊക്കെ ഫിൽട്ടറിംഗ് ആണ് നടക്കുന്നത്? 3 തരത്തിലുള്ള ഫിൽട്ടറിംഗ് പറ. ഉറക്കെ പറ. ഡിലീറ്റ്, ഡിസ്റ്റോർട്ട്, ജനറലൈസ്. ഓക്കെ, ഇങ്ങനെ 3 തരത്തിൽ ഡിലീറ്റ് ചെയ്തു. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ചിലതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകും, ചിലതൊക്കെ ജനറലൈസ് ചെയ്തും, ചിലതൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകും. ഇതേ ഉള്ളൂ. ഇനി ഒരു സെക്കൻഡിൽ എത്ര ഇൻഫർമേഷനാണ് വരുന്നത്? ക്വാണ്ടിറ്റി എത്ര ലക്ഷമാണ്? 20 20 ലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ.
അത് എത്രയാന്ന് വെച്ചാൽ നമുക്കൊരു പിടി കുറേ ഉണ്ടെന്ന് കൂട്ടി. ഇത്രയുണ്ട്, 20 ലക്ഷം ഒരു സെക്കൻഡിൽ. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ആരാണ്ടൊക്കെ കണ്ടുപിടിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണടച്ചിട്ട് തുറക്കുമ്പോൾ ഒരു സെക്കൻഡല്ലേ, ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഈ 20 ലക്ഷം എന്ന് പറയുന്നത്. ഒരു മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ഒന്ന് കണ്ണടച്ച് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, രുചിക്കാൻ പറ്റും. അതാണ് 20 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്തേരം ഇൻഫർമേഷൻ നമ്മൾ കിട്ടുന്നത്. അതിൻ്റെ അകത്തെ 134 നമുക്ക് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടുന്നതിലെ ഇത്രയും നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ തന്നെ വിചാരിച്ചുകൊണ്ടാൽ മതി, നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല, ആകെ ഉള്ളതിൻ്റെ ഇച്ചിരിയേ ഉള്ള അകത്ത് കിടക്കും. എന്നിട്ട് നമ്മൾ പറയും ഐ നോ എവരിത്തിങ്, ഇല്ലേ? അങ്ങനെയല്ലേ പറയാറുള്ളത്? എനിക്കെല്ലാം മനസ്സിലായി. അതിൻ്റെ അകത്തുനിന്ന് ആദ്യം മനസ്സിലാക്കിക്കണം, വി നോ നത്തിങ്. അതാണ് സംഗതി. അപ്പൊ നമുക്ക് ഒന്നും അറിയത്തില്ല, ഇച്ചിരി മാത്രമേ അറിയത്തുള്ളൂ. 134 കിട്ടുന്നുള്ളൂ ഔട്ട് ഓഫ് 20 lakhs. അപ്പൊ അതാണ് നമ്മുടെ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ. ഇപ്പൊ നമ്മൾ ഈ ജഡ്ജ് ചെയ്ത് കയറ്റിയതിൻ്റെ പേരിൽ റിയലായിട്ടുള്ളതല്ല കയറിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ടാകും, മനസ്സിനൊരു സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലാത്ത രീതിയിൽ കൂടെ. നോർമലാണെങ്കിൽ കുഴപ്പമില്ല. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ അതുപോലെ തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ നോർമലാണ്. സെയിം വാട്ട് ഈസ് സെയിം. പക്ഷേ നോർമൽ അല്ലാത്ത കുറെ കയറുന്നതിന് സ്റ്റേറ്റ് എന്ന് പറയും. ആ സ്റ്റേറ്റിനെ ആശ്രയിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരും. നമ്മൾ ഫിസിയോളജി എന്ന് പറയും. ആ ഫിസിയോളജിക്ക് അനുസരിച്ചിട്ട് ഒരു ബിഹേവിയർ ഉണ്ടാവും പുറത്ത്. പുറത്തുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈവൻ്റ്, അനുഭവം. രണ്ട് ബിഹേവിയർ. ബാക്കിയെല്ലാം അകത്ത് നടക്കും. ഇതാണ് NLP. ഇപ്പൊ ബിഹേവിയറിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ പുറത്തെ അനുഭവം മാറ്റാൻ പറ്റിയല്ലോ, അത് തീർന്നു പോയില്ലേ? പുറത്തെ അനുഭവങ്ങൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ തൊടാൻ പറ്റില്ല നമുക്ക്. അപ്പൊ നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അകത്ത് കയറി മാറ്റങ്ങൾ വരുത്തും. എവിടെ? നമ്മുടെ മാപ്പിൽ. അതിനാണ് നമ്മൾ പറയുന്നൊരു വാക്ക് മോഡിഫൈ. മോഡിഫൈയിങ് ദ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ, മോഡിഫൈയിങ് ദ മാപ്പ്. അതാര് ചെയ്യും? ആരാ മോഡിഫൈ ചെയ്യുന്നത്? രമ്യ ഉറക്കെ പറ. നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ പിടുത്തമുള്ളൂ, വേറെ ആർക്കും ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ കയറി കിടക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. വേറെ ആൾക്ക് നിങ്ങളുടെ ബിഹേവിയർ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ മാപ്പ് തലതിരിഞ്ഞ് കിടപ്പുണ്ടെന്ന്. അത്രയേ ഉള്ളൂ. ബിഹേവിയർ എന്നാ പുറത്തില്ലെങ്കിൽ ഒന്നും അറിയില്ല. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കേട്ടു അല്ലെങ്കിൽ കണ്ടു, മനസ്സിൽ സ്റ്റേറ്റ് മാറിയാലും പുറത്തോട്ട് അനങ്ങുന്നില്ലെന്ന് കൂട്ടാ. നിങ്ങളിങ്ങനെ ബലം പിടിച്ച് നടക്കാം, ഒരു എക്സ്പ്രഷനും ഇല്ല. അകത്ത് കയറിയ പാടെ നിങ്ങൾ തീരുമാനിച്ചു അവനെ തട്ടിക്കളഞ്ഞേക്കാം, കത്തി എടുത്തിട്ട് അവനെ കുത്തിക്കൊല്ലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു ബിഹേവിയറും പുറത്ത് അറിയാനുമില്ല. അപ്പം നിങ്ങൾ കാണുമ്പോൾ ചക്കര പഞ്ചാര എന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞു പോയിട്ട് അവസരം കിട്ടുമ്പോൾ കത്തിയെടുത്തൊരു കുത്തുകൂടും. അങ്ങനെയുണ്ട് ആൾക്കാർ. ചില ആൾക്കാരെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവനിട്ട് ഞാൻ എണ്ണം കൊടുത്തിട്ടേ ഉള്ളൂ, കത്തിയെടുത്ത് ഞാൻ കുത്തു കൊടുക്കും, അവനെ കൊന്നു കളയെന്നൊക്കെ പറയാം. ബിഹേവിയർ പിടികിട്ടി. അപ്പോൾ വേണേ നമുക്ക് അവനെ വിളിച്ചിട്ട് ഉപദേശിച്ച് എടാ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, അവനതൊന്നും വിചാരിച്ചിട്ടില്ല, അവൻ അറിയാതെ ചെയ്ത. ഓ അങ്ങനെയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു അവൻ അറിഞ്ഞോണ്ട് ചെയ്താണത്. ഇല്ല,
അവൻ പാവമല്ലേ, ഓ അങ്ങനെയാണെ വിട്ടേക്കാം. അവൻ്റെ മനസ്സ് തണുത്തു. പല കേസുകളും നമ്മൾ അറിയില്ല, ഉള്ളിൽ കയറി കിടക്കും. ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ചത്ത് കഴിയുമ്പോഴേ. അതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്, തൂങ്ങുക എന്നുള്ളത്. തൂങ്ങിക്കഴിയുമ്പോഴേ നമ്മൾ അറിയുന്നു. അതേസമയം പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക, ഇനി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തൊരു ജീവിതം ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ അവനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഉപദേശമൊക്കെ കൊടുത്തിട്ട് അവനെ കൂൾ ഡൗൺ ചെയ്തിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും. അതാണ് സംഗതി. ഇത്രയും പറഞ്ഞതിൻ്റെ അകത്ത് ഇപ്പോൾ വലിയൊരു സംഗതി തീർന്നു. ബേസിക് ആയിട്ടുള്ള NLPയുടെ മുഴുവൻ ഇത്രയേ ഉള്ളൂ. ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? NLP ഇത്രയേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ മാറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അകത്ത് ചിന്തകളായിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ മാപ്പെന്ന് പറഞ്ഞാലും മാപ്പ് മീൻസ് തോട്ട്സ്. അപ്പൊ ഞാനീ പറഞ്ഞില്ലേ, ആഹാ അവനെ അവരുടെ ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ടേ ഉള്ളൂ, അവനെ തട്ടിക്കളയാന്നൊക്കെ പറയുന്ന കമ്മ്യൂണിക്കേഷനാണ്. അതിനെ നമ്മൾ മാറ്റുന്നത്, ഓ അയാൾ പാവ മനുഷ്യനല്ലേ, ബോധമില്ലാതെ ചെയ്യുന്നതാണ്, നമ്മളതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് പുറത്തെ ഒരാൾ പറയുന്നതാ പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയണം നിങ്ങളോട്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളോട് പറയുന്നത് അവനിട്ട് രണ്ടെണ്ണം കൊടുക്കണം. ഉടനെ നിങ്ങളുടെ മനസ്സിൽ തന്നെ പുതിയ തോട്ടുണ്ടാക്കണം. കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലെന്നേ, അയാൾക്ക് ബോധമില്ലാഞ്ഞിട്ട് ചെയ്ത അതൊക്കെ വിട്ടയച്ചാൽ മതി. അങ്ങനെ പറയുമ്പം തിരിച്ചു വീണ്ടും പറയാം, ഏയ് അങ്ങനെ വിടാനൊന്നും പറ്റിയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫണ്ടേഷൻ നടക്കും. ആ കൺഫണ്ടേഷൻ്റെ അകത്ത് നിങ്ങൾ ജയിക്കണം. അങ്ങനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പറഞ്ഞ് വീഴ്ചയെടുക്കണം മനസ്സിന്. മനസ്സാണ് പ്രശ്നം, വേറെ ആരുമല്ല. ആ മനുഷ്യനല്ല പ്രശ്നം. ആ മനുഷ്യന്റെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്താണെന്ന്. യഥാർത്ഥത്തിൽ അയാൾ ആരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആകെ അറിയാതെ നിങ്ങളുടെ മനസ്സാ പറയുന്നത്, അവൻ തെമ്മാടിയാണ്. നമ്മളൊന്ന് തെമ്മാടി അങ്ങനെയൊന്നും, അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഇനി അഥവാ തെമ്മാടിയാണെങ്കിൽ തന്നെ നീ അവനിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനകത്ത് പോകണ്ടേ, ജയിലിൽ പോകണ്ടേ? നിനക്കിത് പറഞ്ഞാൽ മതി. ഈ ഇങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ ആർഗ്യുമെന്റ് നടന്നിട്ട് മനസ്സിനെ നിങ്ങൾ തോപ്പിക്കണം, എന്നിട്ട് നിങ്ങൾ ജയിക്കണം. അതാണ് NLP. ആ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എനർജി വേണമെന്ന് പറഞ്ഞു, മറ്റേ ഫിസിക്കൽ എനർജി. ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് മനസ്സിനെ എപ്പോഴും ശാന്തമായിട്ട് കൊണ്ടു നടക്കണം. പറയുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ ടു മെയിൻറ്റെയിൻ ദിസ് ഹൈ എനർജി റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് മൈൻഡ് മാസ്റ്ററിയിൽ ആ 21 ഡേയ്സിലെ 7 ഇഷ്യൂസ് ഞാനങ്ങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മൈൻഡ് മാസ്റ്റർ ചെയ്തവർക്കൊന്ന് കൈപൊക്കിക്ക്. ഓക്കെ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്തല്ലോ അല്ലേ? 7 ഐറ്റംസ്. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ പലരോട് ചോദിച്ചു, സാറേ ഇത് ജീവിതകാലം മുഴുവല്ല. ജീവിതകാലം ചെയ്യാൻ പറയുന്ന കാര്യം ഇല്ല, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരിക്കണം. അപ്പം മനസ്സിലാവും, യെസ് എൻ്റെ മനസ്സിന് പവറുണ്ട്, ഇനി ആവശ്യമുള്ളപ്പോൾ എനിക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. ഇല്ലെങ്കിൽ എങ്ങനെയാ കോൺഫിഡൻസ് കിട്ടുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? അറിയണ്ടേ? നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് അറിയണ്ടേ? ക്രിക്കറ്റിൽ ഇപ്പം 6 അടിക്കണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അടിച്ചെങ്കിലൊന്ന് കാണിക്കണ്ടേ? എപ്പോഴൊന്നും അടിക്കാൻ പറ്റിയല്ല, പക്ഷെ ഒരു പ്രാവശ്യം അടിച്ച ഈ കോർട്ടിന് പുറത്ത് പോയി പന്ത് പോകും, എനിക്ക് കൂടാൻ അറിയാം എന്നെ ഒന്ന് അടിച്ചു കാണിക്കണ്ടേ? എങ്കിലേ മനസ്സ് സമ്മതിക്കുള്ളൂ. അല്ലാതെ കൂടെ
കളിക്കുമ്പോൾ ഞാൻ അടിച്ചേക്കാം. ടെസ്റ്റ് അല്ലെങ്കിൽ 2020 വരട്ടെ. ചില പിള്ളേരൊക്കെ പറയല്ലേ, പരീക്ഷ കഴിയുമ്പോൾ ഞാൻ എഴുതിക്കോളാം, ഞാനെല്ലാം അന്നേരം പഠിച്ചാൽ മതി, പരീക്ഷയ്ക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ എനിക്ക്. അപ്പം പ്രശ്നം നമ്മുടെ മനസ്സാണ്. മനസ്സിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, യെസ് ഐ ക്യാൻ ഡു ദിസ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ, വേറെ ആരെയല്ല. എനിക്കതിനുള്ള കഴിവുണ്ട്. കഴിവുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സ് സമ്മതിക്കില്ല, കാണിച്ചു കൊടുക്കണം. ഇതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ വിഷ്വലൈസേഷൻ. ഇന്ന് വിഷ്വലൈസ് ചെയ്ത്, കിടക്കാൻ നേരത്തെ വിഷ്വലൈസ് ചെയ്ത്, നാളെ വിഷ്വലൈസ് ചെയ്ത്, മറ്റന്നാളും ചെയ്ത് നിങ്ങൾ അറിയാതെ അത് ചെയ്തിരിക്കും. ഇതിന്റെ പേരാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം. ആരോ എന്നോട് ഇന്നലെ ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ മാനിഫെസ്റ്റേഷൻ. തുടർച്ചയായിട്ട് വിഷ്വലൈസ് ചെയ്തോണ്ടിരിക്കും എന്ന് തന്നെയല്ല, അതിൻ്റെ റിസൾട്ട് കിട്ടിയതായിട്ട് സന്തോഷിക്കുക അങ്ങോട്ട്. അതിൻ്റെ റിസൾട്ടിൽ നമ്മൾ ജീവിക്കണം. എന്താണ് റിസൾട്ട്? ഒരാളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, നമ്മൾ അയാളുടെ വിട്ടുകളയുമോ സാരമില്ല, ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഇട്ട് കഴിഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസം മാറിയിട്ട് അയാളുമായിട്ട് നമ്മൾ പണ്ടെങ്ങനെ ലോകത്തിലിരുന്നോ ആ ലോകത്തിലിരിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ കാണണം. അതാണ് എൻ്റെ റിസൾട്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ചിന്തകളെ മെറ്റീരിയലൈസ് ചെയ്യാന്ന് പറയും. എന്താണ് ചിന്ത? ആ മനുഷ്യൻ ശരിയല്ല, അയാൾ എന്നെ പറ്റിച്ചു. അപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് ആ മനുഷ്യനെ പഴയ നിലയിൽ നമ്മൾ കാണുക, അയാളോട് പെരുമാറുന്നത്, സംസാരിക്കുന്ന, അയാളുടെ വീട്ടിൽ പോകുന്ന, അല്ലെങ്കിൽ അയാളായിട്ടുള്ള ഇൻട്രാക്ഷനിലെ കാണുക. എന്നിട്ട് അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ, ആ സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. കുറെ 2-3 ദിവസം കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാം. അതാണ് യു ആർ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഞാൻ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് മാറി. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാളുമായിട്ടുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നതൊന്നും നമ്മുടെ മനസ്സിൽ പിന്നെ കാണുകയില്ല, അതെല്ലാം റീപ്ലേസ് ചെയ്തു. അപ്പോൾ അയാളെ കണ്ടു കഴിയുമ്പം പഴയ രീതിയിൽ അയാളെ ഷേക്ക് ഹാൻഡ് കൊടുക്കാനും അയാളായിട്ട് പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഇങ്ങനെ ആയിത്തീർന്നെങ്കിൽ മാത്രമേ NLP കൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പഴയ ഈ ഒരു മാറ്റം ഇല്ല, അതുകൊണ്ട് ഏത് നെഗറ്റീവായിട്ട് നമ്മൾ നടക്കും. നമ്മൾ ചെയ്യുമ്പം എന്തിന് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കും. അപ്പം നമ്മളെപ്പോഴും ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. സാറേ അത് പറ്റുന്നില്ല, എന്തുകൂടെ പറ്റുന്നില്ല? വി ആർ നോട്ട് റെഡി ടു ചേഞ്ച് ദ തോട്ട്സ്. കാരണം സാഹചര്യങ്ങൾ വരുന്നതനുസരിച്ച്, മാറുന്നതനുസരിച്ച് പല മാറ്റങ്ങളും നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും നമ്മുടെ ജീവിതത്തിൽ. ഞാനിങ്ങനെ ബലം പിടിച്ചിട്ട് ഞാൻ മാറുകയല്ല. ഞാനിപ്പോൾ ഒരു ചായക്കടയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു എൻവയറമെൻറ്റും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയാണ്. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമ്മൾ ഭക്ഷണം വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചാൽ മതി. ആ ഹോട്ടലിലെ അറ്റ്മോസ്ഫിയർ അതുകൊണ്ടാണല്ലോ ഒരു ഊണിന് ഒരു ഹോട്ടലിൽ 100 രൂപ ആണെങ്കിൽ വേറെ 5000 രൂപ വിലയുള്ള ഹോട്ടലുണ്ട് സെയിം ഊണിന്, ഇല്ലേ? അറിയാൻ പറ്റേ. അപ്പോൾ ബാക്കി 4900 രൂപ കൊടുക്കുന്നതിന് ഭക്ഷണത്തിനല്ല, ആ എൻവയറമെൻറ്റിന് കൊടുക്കുന്ന. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്
ആ സപ്ലയറുമായിട്ട് നമ്മൾ ദേഷ്യപ്പെടാൻ നിൽക്കുക. 4,900 രൂപ വേസ്റ്റ് ആയില്ലേ? അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ വി ഷുഡ് ബി അവെയർ. നമ്മൾ ഈ ഒരു പ്രത്യേക ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. അപ്പം അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചെല്ലുമ്പോഴേ നമുക്ക് ചിലപ്പോൾ വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മളിരുന്ന് അതിന് ശേഷം വന്ന ആൾക്കാർ കൊണ്ടുപോയി വെള്ളം കൊടുത്തു. ഒരു ആൾക്കാരും കണ്ടിട്ടുണ്ട്, അതിനെ എനിക്ക് വെള്ളം വെക്കാത്തത്, ഞാനല്ലേ ആദ്യം വന്നത്. അതുപോലെ ഓർഡർ പിടിക്കാൻ വേണ്ടി വരുന്നത്, നമ്മൾ ചെന്നതിന് ശേഷം വരുന്ന ആൾക്കാരുടെ അടുത്ത് സപ്ലയർ വന്നിട്ട് ഓർഡർ പിടിച്ചു കാണും. പിന്നെ പറയാ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ, തീർന്നു. ഇതിന് നാടൻ ഭാഷ പല വാക്കുകൾ നമ്മൾ പറയും. ഇതൊക്കെയാണ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അവയർനെസ്സിൽ ജീവിക്കണം. അവയർനെസ്സിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾക്ക് അപ്പോൾ വേണ്ട ചേഞ്ചസ് വരുത്താൻ പറ്റും.